നമസ്കാരം, ഞാൻ വൈശാഖ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് വൈറ്റമിൻസ്. അതായത് നമ്മൾ ബയോളജിയിലെ ഞാൻ ബയോളജി എന്നാണ് പറയുന്നത്. ബയോളജിയിലെ ഏത് എക്സാം എടുത്താലും, നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് എക്സാം എടുത്താലും അവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു പോർഷൻ ആണ് വൈറ്റമിൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ്. കുറച്ച് മെമ്മറൈസ് ചെയ്യാനുണ്ട്, മനസ്സിലാക്കാനായിട്ട് അധികം ഒന്നുമില്ല. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യാനുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷെ 2-3 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ? ആക്സസറി നമ്മൾ പ്രധാനപ്പെട്ട ഫുഡ് അല്ലെ, ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ആക്സസറി ഇൻഡിസ്പെൻസിബിൾ ഫുഡ് ഫാക്ടേഴ്സ്. ഓർഗാനിക് ആയിട്ടുള്ള അല്ലെ, നമ്മൾ മറ്റതുപോലെ പ്രാധാന്യമുള്ളതാണ് അല്ലെ, കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ അല്ലെങ്കിൽ പ്രോട്ടീനോ പോലെയല്ല. ദീസ് ആർ ആക്സസറി ആൻഡ് ഇൻഡിസ്പെൻസിബിൾ ഫുഡ് ഫാക്ടേഴ്സ്. ഓർഗാനിക് ആണെന്ന് നമുക്കറിയാം. ആൻഡ് വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്ക് മതി. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്. ആൻഡ് ഈ വൈറ്റമിൻസ് നമ്മുടെ നോർമൽ ഗ്രോത്തിനും നമ്മുടെ പല എൻസൈമുകളുടെയും കോഫാക്ടർ ആയിട്ട് വൈറ്റമിൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ ഗ്രോത്തിനും അതുപോലെ പല പ്രോസസ്സുകൾക്കും, മെറ്റബോളിസം പോലെയുള്ള മോളിക്കുലാർ പ്രോസസ്സുകൾ പോലെയുള്ള പല സൈക്കിളുകളിലും, പല പാത്വേകളിലും, പല മെറ്റബോളിക് പാത്വേകളിലും, പല സെല്ലുമായിട്ട് ബന്ധപ്പെട്ട പല റെഗുലേറ്ററി മെക്കാനിസത്തിലും ഒക്കെ വൈറ്റമിൻസ് ആവശ്യമാണ്. നമ്മൾ ബയോട്ടിനൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് പല എൻസൈമുകളുടെയും കോഫാക്ടേഴ്സ് ഒക്കെ ഈ വൈറ്റമിൻസ് ആണ്. സോ ദേ ആർ ഗ്രോത്ത് ഫാക്ടേഴ്സ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. കാരണം ദേ റെഗുലേറ്റ് നോർമൽ ഗ്രോത്ത് ആൻഡ് ദേ റെഗുലേറ്റ് ദ മെറ്റബോളിസം. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഇല്ല എങ്കിൽ ഡെഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിഷ്യൻസി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനാണ്, പഠിക്കാനുള്ളത് ഇനി വരുന്നതേ ഉള്ളൂ. വൈറ്റമിൻസിന്റെ കുറവ് മൂലം ധാരാളം ഡെഫിഷ്യൻസി ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട് നോബൽ പ്രൈസ് വന്നിട്ടുണ്ട്. നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ആൻഡ് മെഡിസിൻ 1929. ആർക്കാന്ന് നോക്കിയേ? ഫ്രെഡറിച്ച് ഹോപ്കിൻസ് ആണ് ക്രിസ്ത്യൻ ഇച്ച്മാൻ. ഓക്കെ, ഫ്രെഡറിച്ച് ഹോപ്കിനും ആൻഡ് ക്രിസ്ത്യൻ ജേക്മാനും എന്ത് വന്നിട്ടുണ്ട്? നോബൽ പ്രൈസ് 1929 വന്നിട്ടുണ്ട് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം എന്തിനാണ് ഇത് വൈറ്റമിൻ കണ്ടുപിടിച്ചതെന്നൊന്നും വിചാരിക്കരുത്. വൈറ്റമിൻ കണ്ടുപിടിച്ചത് അല്ലെ കാസിമിർ ഫങ്ക് ആണെന്ന് നമുക്ക് പറയാം. ഇത് നോബൽ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് 1929 ഈ പറഞ്ഞ 2 പേർക്ക്. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് ക്രിസ്ത്യൻ, ഒന്നാമത്തെ ഈക്വലി ഷെയർ ചെയ്താണ്. രണ്ടുപേരും 2 സാധനങ്ങളാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പൊ ഇറ്റ് വാസ് ഈക്വലി ഇൻ ബിറ്റ്വീൻ ക്രിസ്ത്യൻ എച്ച്മാൻ. അദ്ദേഹത്തിന് കിട്ടിയത്, രണ്ടാമത്തെ ആളായിട്ടുള്ള ക്രിസ്ത്യൻ ജേക്മാന് കിട്ടിയത് എന്തിനാണെന്നറിയോ? ആന്റി ന്യൂററ്റിക് വൈറ്റമിൻസ് കണ്ടുപിടിച്ചതിനാണ്. ഫോർ ദ ഡിസ്കവറി ഓഫ് ആന്റി ന്യൂററ്റിക് വൈറ്റമിൻ. ഫ്രെഡറിക് ഹോപ്കിൻസിന് കിട്ടിയത് ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് വൈറ്റമിൻസ് കണ്ടുപിടിച്ചതിനാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്കുക. നോബൽ പ്രൈസ് കിട്ടിയതായതുകൊണ്ട് ആ പേരുകള് ആൾക്കാരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഫ്രെഡറിക് ഹോപ്കിൻസിനുമാണ് അതുപോലെ ക്രിസ്ത്യൻ ജേക്മാനുമാണ് എന്ത് കിട്ടിയത്? ഈ പറയുന്ന നോബൽ പ്രൈസ് കിട്ടിയത് വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഈ ടേം വൈറ്റമിൻ കോയിൻ ചെയ്ത് തരാൻ നോക്കിയ കാസിമിർ ഫങ്ക് ആണ്. The term was coined by കാസിമിർ ഫങ്ക്. ഇവിടുന്ന് ഓർത്തിരിക്കേണ്ട എന്തൊക്കെയാണ്? അദ്ദേഹമാണ് വൈറ്റമിൻ കണ്ടുപിടിച്ച, കാസിമിർ ഫങ്ക് ആണ് വൈറ്റമിൻ കണ്ടുപിടിച്ചത്. ആൻഡ് ടേം കോയിൻ ചെയ്ത ആളും ആരാണ്? കാസിമിർ ഫങ്ക് ആണെന്ന് ഓർത്തേക്കണം. ഇദ്ദേഹമാണ് വൈറ്റമിൻ തെറാപ്പിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ചോദിക്കും. ദെൻ എത്ര വൈറ്റമിൻസ് ഉണ്ട്? ടോട്ടൽ there are 13 വൈറ്റമിൻസ്. ഒരു 13ഓളം വൈറ്റമിൻസ് ഉണ്ട്. ഇതിനകത്ത് 13 വൈറ്റമിൻസിൽ 4 എണ്ണം ഔട്ട് ഓഫ് 13, 4 ആർ ഫാറ്റ് സോലുബിൾ. ഫാറ്റ് സോലുബിൾ ആരൊക്കെയാണെന്ന് നോക്കിയേ? അഡക് ആരാണ്? ദേ ആർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് അഡക് എന്ന് പറയുന്നത്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആരാണ്? ബിസി. വാട്ടർ ബിസി ആണെന്ന് ഓർക്കുക. ഓക്കെ, BC ആണ് ഏത്? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അഡക് ആണ് എന്ത്?
ഫാറ്റ് സോലുബിൾ ആൻഡ് ബിസി ആണ്, അല്ലെങ്കിൽ ബിയും സിയും ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാനേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ. നമുക്ക് വലിയതായിട്ട് മനസ്സിലാക്കാനൊന്നും ഈ വൈറ്റമിൻ ആയിട്ട് ഇല്ല. നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഡിസ്കവേർഡ് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1. വൈറ്റമിൻ B1 പേര് തൈമിൻ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം ഓരോന്നിനെയും. നമുക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു പോവാം, പരിചയപ്പെട്ടു പോവാം. അപ്പൊ ആദ്യമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1 തൈമിൻ ആണ്. വൈറ്റമിൻ B1 തൈമിൻ ആണ്. ഈ ആദ്യം കണ്ടുപിടിച്ച ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വൈറ്റമിൻ എ. നമ്മൾ പറഞ്ഞല്ലോ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ADEK അടക്കാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഡിസ്കവേർഡ് വൈറ്റമിൻ B1 തൈമിൻ ആണെന്ന് പറഞ്ഞത് വാട്ടർ സോലുബിൾ ആണ്, ബിസി വാട്ടർ അല്ലെ. ഇനി ആദ്യം കണ്ടുപിടിച്ച ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആൻഡ് ഫുഡ് ഫാക്ടർ നോൺ ആസ് കോഎൻസൈം. ഫുഡ് ഫാക്ടർ, ഫുഡിൽ നിന്ന് കിട്ടുന്ന കോഎൻസൈം ഏതാണ്? വൈറ്റമിൻ ആണ്. ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻ AEC ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി. ഇനി ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻ AED ആണ്. ഓർത്തിരിക്കുമല്ലോ. ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ് ഏതൊക്കെയാണ്? AEC. ഹോർമോൺ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? AED. ക്ലിയർ? ഓക്കെ, സോ നമ്മൾ ഇനി ഓരോന്നിലേക്കും കിടക്കുവാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് നോബൽ പ്രൈസ് കിട്ടിയ 2 ആൾക്കാരെ പരിചയപ്പെട്ടു, ഫ്രെഡറിക് ഹോപ്കിൻസും ക്രിസ്റ്റ്യൻ ജേക്മാനും. അതുപോലെ വൈറ്റമിൻ എന്ന ടേം കൊണ്ടുവന്നത് കസമിർ ഫങ്ക് ആണ് അല്ലെ. ആകെ 13 വൈറ്റമിൻ ഉള്ളത് അടക്ക് ഫാറ്റ് സോലുബിളും ബിസി വാട്ടർ സോലുബിളും ആണ്. ആദ്യം കണ്ടുപിടിച്ച വൈറ്റമിൻ B1ഉം ആദ്യം കണ്ടുപിടിച്ച ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എയുമാണ്. ഫുഡ് ഫാക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഡിറൈവ്ഡ് ആയിട്ടുള്ള കോഫാക്ടർ വൈറ്റമിൻ ആണ്. ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ AEC ആണ്. ഹോർമോൺ വൈറ്റമിൻ AED ആണ്. ഓർക്കാമല്ലോ. ഇനി നമ്മൾ ഓരോന്നിലേക്കും. അടക്കിലെ ആദ്യത്തെ ആളാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ അടക്കിലെ ആളാണ് എ അല്ലെ. ഇനി ഇതിന്റെ നെയിം എന്താണ്? നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത് നെയിം. ഇപ്പൊ വൈറ്റമിൻ എ എന്ന് പറഞ്ഞതിന്റെ നെയിം പഠിക്കണം അല്ലെ, അതിന്റെ ഫംഗ്ഷൻ പഠിക്കണം, ഡിസോർഡർ പഠിക്കണം. ഇത്രയാണ് ഇനി ഉള്ളത്. ഇന്ന് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ പഠിക്കണം? പേര് പഠിക്കണം, ഫംഗ്ഷൻ പഠിക്കണം, ഡിസീസ് പഠിക്കണം. ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെ കൂടിപ്പോയാലുള്ള ഡിസീസുകൾ പഠിക്കണം. ഓക്കെ, സോ സയന്റിഫിക് നെയിം എന്താണ്? A1ന്റെ സയന്റിഫിക് നെയിം ആണ് റെറ്റിനോൾ. വൈറ്റമിൻ A1ന്റെ സയന്റിഫിക് നെയിം എന്താണ്? റെറ്റിനോൾ. A2ന്റെ സയന്റിഫിക് നെയിം നോക്കിക്കേ, ഡീഹൈഡ്രോ റെറ്റിനോൾ. A1ന്റെ പേര് റെറ്റിനോൾ, A2ന്റെ പേര് ഡീഹൈഡ്രോ റെറ്റിനോൾ. ഡീഹൈഡ്രോ റെറ്റിനോൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, പിഗ്മെന്റ് നോൺ ആസ് പ്രോ വൈറ്റമിൻ എ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെന്റ് ബീറ്റ കരോട്ടിൻ ആണ്. ഈ പ്രോ വൈറ്റമിൻ എ ആണ് എന്തായിട്ട് മാറ്റുന്നത്? വൈറ്റമിൻ എ ആയിട്ട് മാറ്റും. നമ്മുടെ കണ്ണിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടതാണ് ഈ പറയുന്ന വൈറ്റമിൻ എ അല്ലെ. ഇത് നോക്കിയേ, ഇതാ ക്യാരറ്റിനകത്ത് ഈ കരോട്ടിൻ ഉണ്ട്. അപ്പൊ അല്ലെ, ഇങ്ങനെയുള്ള ഫുഡുകൾ അധികം കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ അധികമായിട്ട് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ ആരോഗ്യത്തിനും വൈറ്റമിൻസ് വളരെ പ്രാധാന്യം ഏറിയതാണ് അല്ലെ. ഇതാ ഹൈലി, ഈ പോയിന്റ് ഓർത്തിരിക്കണം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് എസെൻഷ്യൽ, വിഷന് വേണ്ടിയിട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് അല്ലെ. എന്തിനാന്ന് നോക്കിയേ, കണ്ണിലെ അയഡോപ്സിൻ, റോഡോപ്സിൻ പിഗ്മെന്റ്. നമ്മുടെ കണ്ണിനകത്ത് ഇന്നർ ലെയർ ആണ് റെറ്റിന. 3 ലെയർ ഉണ്ടെന്നൊക്കെ അറിയാലോ. അതിൽ ഇന്നർ ലെയർ ആണ് റെറ്റിന. ഇതിനകത്ത് റോഡും കോണും ഉണ്ട്. നമുക്ക് ഇരുട്ടിലെ കാഴ്ചയ്ക്കും കളർ വിഷനും ഒക്കെ വേണ്ടിയിട്ട് റോഡും കോണും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള 2 പിഗ്മെന്റ്സ് ആണ് അയഡോപ്സിൻ ആൻഡ് എന്താണ് റോഡോപ്സിൻ. അപ്പൊ ഈ പിഗ്മെന്റുകളുടെ സിന്തസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആരെ വേണം? വൈറ്റമിൻ എ വേണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവര് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കണ്ണിന്റെ ആരോഗ്യത്തിന് എസെൻഷ്യൽ ആണെന്ന് പറയാൻ കാരണം. സോ വൈറ്റമിൻ എ വിളിക്കുന്ന പേരാണ് റെറ്റിനോൾ. ആദ്യം കണ്ടുപിടിച്ച സോലുബിൾ വൈറ്റമിൻ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. എന്ത് സോലുബിൾ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ആൻഡ് ദ സയന്റിഫിക് നെയിം ഓഫ് A1 എന്താണ്? റെറ്റിനോൾ ആണ് അല്ലെ. A2 ഡീഹൈഡ്രോ റെറ്റിനോൾ ആണ് അല്ലെ. പ്രോ വൈറ്റമിൻ എ പിഗ്മെന്റ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് എ ആക്കി മാറ്റുന്നത്. ഇത് നമ്മളുടെ കണ്ണിന്റെ വിഷന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ് എന്ന് മാത്രം ഓർക്കുക. വൈറ്റമിൻ എയുടെ പേരെന്താണ്? പേര് പഠിക്കണം, റെറ്റിനോൾ. വൈറ്റമിൻ എ ഇസ് റെറ്റിനോൾ. ഇത് എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ ലിവറിനകത്താണ് വൈറ്റമിൻ എ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ.
നമുക്ക് ചിൽഡ്രന്റെ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് വൈറ്റമിൻ എ കൊടുക്കും. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ മാർഗരറ്റ് ഡേവിസ് ആൻഡ് എൽമർ മെക്കലം. ആരൊക്കെയാണ് വൈറ്റമിൻ എ കണ്ടുപിടിച്ചത്? മാർഗരറ്റ് ഡേവിസും എൽമർ മെക്കലവും കൂടെ. മാർഗരറ്റ് ഡേവിസും എൽമർ മെക്കലവും കൂടെയാണ് വൈറ്റമിൻ എ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിന്റെ സോഴ്സ് ഹണി, ക്യാരറ്റ്, ലീഫി വെജിറ്റബിൾസ്, സ്പിനാഷ്, ഫിഷ് ഓയില് അല്ലെ, ഇതിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുക. എസ്പെഷ്യലി ദ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ മിൽക്കിനകത്തും ഇത് അബണ്ടന്റ് ആണ്. ആരാണ്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എയുടെ ഡെഫിഷ്യൻസി ഡിസോർഡറുകൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്ന് A1ന്റെ ഡെഫിഷ്യൻസി ആണ് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നിക്ടാലോപ്പിയ. രണ്ടുപേരും പഠിക്കണം, ചോദിക്കും. എയ്തർ നൈറ്റ് ബ്ലൈൻഡ്നെസ് ചോദിക്കാം, ചിലപ്പോൾ നിക്ടലോപ്പിയ എന്ന് ചോദിക്കാം. അഡൽട്ടിൽ ഉണ്ടാകുന്നതാണ് നിക്ടലോപ്പിയ. അപ്പൊ ഡെഫിഷ്യൻസി ഓഫ് A1 കോസ് എന്താ? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ആൻഡ് അടുത്ത് നോക്കിയ ഡെഫിഷ്യൻസി ഓഫ് A2 സീറോ ഓഫ് താൽമിയ. ഡെഫിഷ്യൻസി ഓഫ് A2 എന്താ കൊണ്ടുവരുന്നത്? സീറോ ഓഫ് താൽമിയ. മാലക്കണ്ണെന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഡ്രൈ ഐസ് എന്നൊക്കെ നമ്മൾ പറയുന്ന എന്താണ് ഡെഫിഷ്യൻസി ഓഫ് A2 ഉണ്ടാക്കുന്നത്? എന്താണ്? സീറോ ഓഫ് താൽമിയ. അപ്പൊ വൈറ്റമിൻ എ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി താൽമിക് വൈറ്റമിൻ. ആന്റി താൽമിക് വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, വൈറ്റമിൻ എ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി സീറോ ഓഫ് താൽമിക് വൈറ്റമിൻ. ഓക്കെ, ആന്റി സീറോ ഓഫ് താൽമിക് വൈറ്റമിൻ. കാരണം എന്താ? ആന്റി താൽമിക് എന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ആദ്യമേ. ആന്റി സീറോ ഓഫ് താൽമിക് എന്തുകൊണ്ടാ? എളുപ്പല്ലേ. സീറോ താൽമിയ എന്ന് പറയുന്ന ഡ്രൈ ഐസ് അല്ലെങ്കിൽ മാലക്കണ്ണിന് കാരണമാകുന്ന വൈറ്റമിൻ ആണ്. എന്തുകൊണ്ട്? അവരുടെ ഡെഫിഷ്യൻസി വരുമ്പോ ഈ സീറോ ഓഫ് താൽമിയ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സീറോ താൽമിയ ഉണ്ടാവാതിരിക്കാൻ വൈറ്റമിൻ കൊടുത്താൽ മതി. സോ ആന്റി സീറോ താൽമിക് വൈറ്റമിൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോളിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെ, റെറ്റിനോൾ ആണ്, ബീറ്റ കരോട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് ഓർത്തേക്കുക. നെക്സ്റ്റ് ഈസ് അഡക്കാണ് പറയുന്നത്. അപ്പൊ എ കഴിഞ്ഞു, നെക്സ്റ്റ് ഈസ് ഡി, അഡക്കാണ് അല്ലെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പേര് പഠിക്കുമ്പോ ഇങ്ങനെയുള്ള ഇല്ലേ, ഈ ഓമന പേരുകൾ എന്നൊക്കെ പറയാവുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ, സൺഷൈൻ വൈറ്റമിൻ അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രഷ്നെസ് വൈറ്റമിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതിന്റെ പേരെന്താണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. ദാറ്റ് മീൻസ് സംതിങ് റിലേറ്റഡ് വിത്ത് കാൽഷ്യം ഈസ് ദർ അല്ലെ. കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡിയുടെ പേര്. ആൻഡ് വൈറ്റമിൻ ഡി സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലാണ് എന്താണ് വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത്. മനസ്സിലായോ അല്ലെ. വൈറ്റമിൻ എ എന്ന് നമ്മൾ പറഞ്ഞു പല ഫ്രൂട്ടും വെജിറ്റബിൾ വഴിയൊക്കെ നമ്മൾ കഴിച്ച് ഉണ്ടാക്കണം. വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലെ. ഇറ്റ് ഈസ് കോൾഡ് സൺഷൈൻ വൈറ്റമിൻ. എന്തുകൊണ്ടാണെന്നറിയാവോ? വെൻ വി എക്സ്പോസ് ടു യു വി റേസും ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ലിപ്പിഡ് ഉണ്ട് അല്ലെ. എർഗസ്ട്രോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ എർഗസ്ട്രോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ സിന്തസിസ് ഒക്കെ പഠിക്കാൻ പോയാൽ കുറെ ഉണ്ട്, വലിയ ബയോകെമിക്കൽ പാത്വേ ആണ്. സോ ഇവിടെ ലിപ്പിഡ് പ്രസന്റ് ആയിട്ടുള്ള എർഗസ്ട്രോൾ എന്തായിട്ട് മാറുന്നു? വൈറ്റമിൻ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. എർഗസ്ട്രോൾ എന്തായിട്ട് മാറുന്നു? വൈറ്റമിൻ ഡി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ പഠിച്ചു പോയിട്ട് അല്ലെ, നമുക്ക് ഈ മെമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് അല്ലെ ഈ സിന്തസിസ് ഒക്കെ നമുക്കൊന്ന് പറയാം കുറച്ചുകൂടെ കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. സോ മനസ്സിലായല്ലോ. അപ്പൊ യു വി റേസുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് എർഗസ്ട്രോള് വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നു. അപ്പോ കാൽസിഫെറോൾ വൈറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. യു വി ലൈറ്റ് ഉണ്ടാവുന്ന എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അവരെ സിന്തസൈസ് ചെയ്യുന്നു. ഡിഹൈഡ്രോകോളിക് കാൽസിഫെറോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് പിന്നീട് പഠിക്കാം. അടുത്തൊരു വൈറ്റമിൻ നോക്കിയേ. വൈറ്റമിൻ ഡിയുടെ ബാക്കിയുള്ള കാര്യം ഫങ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്, പഠിച്ചു വെക്കുക. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഐയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വേണ്ടതാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ ഡി കാൽഷ്യത്തിന്റെയും ഞാൻ പറഞ്ഞല്ലോ കാൽസിഫെറോൾ എന്നാണ് പേര് വന്നേക്കുന്നത്. അപ്പൊ സംതിങ് റിലേറ്റഡ് ടു കാൽഷ്യം നമുക്കറിയാം അത് ഓൾറെഡി അല്ലെ. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ there should be vitamin D. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഫോർ ഫോസ്ഫറസ് അബ്സോർപ്ഷൻ വി നീഡ് വൈറ്റമിൻ ഡി.
അതുപോലെ തന്നെ നമ്മളുടെ ബോണിന്റെ ഹെൽത്തിനും ടീത്തിന്റെ ഹെൽത്തിനും നമുക്കറിയാലോ കാൽഷ്യം ഉണ്ടെങ്കിലാണ് നമ്മുടെ ബോണും ടീത്തും ഒക്കെ നന്നായിട്ട് അല്ലെ ഹെൽത്തി ആയിട്ട് വരുള്ളൂ. അപ്പൊ ഈ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽഷ്യം അബ്സോർബ് ചെയ്യുള്ളൂ. സോ വൈറ്റമിൻ ഡി is essential for the health of bone and teeth എന്നും കൂടെ ഓർത്തേക്കുക. അതുപോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക് അല്ലെ ഒക്കെ ഈ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. ദെൻ ഇൻഫൻസ് എക്സ്പോസ്ഡ് ടു ജെന്റിൽ സൺഷൈൻ ഓർ സൺലൈറ്റ് ഫോർ ഷോർട്ട് ടൈം ടു ഗെറ്റ് വൈറ്റമിൻ ഡി. നമുക്കറിയാലോ UV ലൈറ്റുമായിട്ട് എക്സ്പോഷർ ഉണ്ടായാൽ മാത്രമേ വൈറ്റമിൻ ഡി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സൺലൈറ്റ് കൊള്ളുമ്പോഴാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്. ഈ വൈറ്റമിൻ ഡിക്ക് രണ്ട് ഫോംസ് ഉണ്ട്. വൈറ്റമിൻ D3 ഉണ്ട്, വൈറ്റമിൻ D2. അങ്ങനെ രണ്ട് ഫോം ഉണ്ട്. നമ്മൾ അപ്പുറത്ത് A1 A2 കണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? A1 A2 കണ്ടോ നോക്കിയേ. A1 റെറ്റിനോൾ ആൻഡ് A2 ഡീഹൈഡ്രോ റെറ്റിനോൾ ഓർത്തേക്കണം. അതുപോലെ ഇവിടെ in this case in case of vitamin there are two forms. ഏതൊക്കെയാ? വൈറ്റമിൻ D3യും വൈറ്റമിൻ D2വും. അതിൽ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വെജിറ്റബിൾസിൽ ഇതൊക്കെ ആബ്സെന്റ് ആ. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന ഫുഡ് സോഴ്സ് ഏതാണെന്ന് നോക്കിയേ. കോഡ് ലിവർ ഫിഷ് ഇല്ലേ, കോഡിന്റെ ലിവർ ഓയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും. അതുപോലെ എഗ് മുട്ടയിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും. പിന്നെ ഡയറി പ്രൊഡക്ട്സിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കുറച്ചെങ്കിലും കിട്ടുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് വൈറ്റമിൻ ഡി ആയിട്ടല്ല, നമുക്ക് ഈ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഫോമിലാണ് കിട്ടുന്നത്. UV is exposed, it is converted to vitamin D. ഇതൊരു സ്റ്റിറോയിഡ്, ഞാൻ പറഞ്ഞല്ലോ ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് അല്ലെ? ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻസ് രണ്ടിലും A, E ഉണ്ട് അല്ലെ? ഇതിൽ ആന്റി ഓക്സിഡന്റിൽ C വരും, ഹോർമോണിൽ E വരും. ഇതാണ് വ്യത്യാസം. സോറി, E അല്ല, D വരും അല്ലെ? സോ ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന AEDയില് നമ്മളിപ്പോ പറയുന്ന D ആണ്. ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസോർഡർ. എയുടെ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്താണ്? സീറോഫ്താൽമിയ. അതുകൊണ്ട് നമ്മൾ അതിനെ ആന്റി സീറോതാൽമിക് വൈറ്റമിൻ എന്ന് വിളിച്ചു അല്ലെ? നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ഉണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് ദിസ് വൈറ്റമിൻ ഡി എന്താ? വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ ഗ്രോത്തിന് വേണം അല്ലെ? ബോണിന്റെയും ടീത്തിന്റെയും ഒക്കെ ഗ്രോത്തിനും വേണം അല്ലെ? ഹെൽത്തിന് വേണം. അപ്പൊ ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? റിക്കറ്റ്സ് ഉണ്ടാവും, ബോണിന് ഡീഫോമിറ്റീസ് ഉണ്ടാവും അല്ലെ? അതെവിടെയാണ്? കുട്ടികളിലാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് വിളിക്കുക. റിക്കറ്റ്സ് അല്ലെങ്കിൽ ബോൺ ഡീഫോമിറ്റി, റിക്കറ്റ്സ് ഇതെവിടെ കാണാൻ സാധിക്കുക? ദിസ് ഇസ് ഇൻ കേസ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അഡൾട്ടിന്റെ കേസിൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിക്കറ്റ്സിന് കാരണം ഈ പറയുന്നതിന്റെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അല്ലെ, ഈ പറയുന്ന വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ കുട്ടികളിൽ റിക്കറ്റ്സും വലിയ ആളുകൾ അഡൾട്ടുകളില് ഓസ്റ്റിയോമലേഷ്യക്കും ഇത് കാരണമാകും അല്ലെ? ബോണുമായിട്ട് ബന്ധപ്പെട്ട ബോൺ ഡീഫോമിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിസീസുകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അതാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? AD അല്ലെ? നെക്സ്റ്റ് ഈസ് ഇ, ബ്യൂട്ടി വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ ഡി അല്ലെ? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് അല്ലെ? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. കാർഡിയാക് ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യാൻ കഴിവുള്ള വൈറ്റമിൻ ഇ ആണ്. സെക്സ് ഹോർമോൺ അല്ലെ? ആരൊക്കെയാണ് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള വൈറ്റമിൻസ് നോക്കി അല്ലെ? AED. ആരൊക്കെയാണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന വൈറ്റമിൻസ്? AEC. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നത് ആരാണ്? ഇ ആണ് പറയുന്നത്. ഇക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ഹോർമോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, രണ്ട് എന്താണ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാനും സാധിക്കും. ഹെൽത്ത് ഓഫ് മസിൽസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എഗ്, കോട്ടൺ സീഡ്, വെജിറ്റബിൾസ്, പീനട്ട് അല്ലെ, വീറ്റ്, ഇവിടുന്നൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ ഈ പറയുന്ന വൈറ്റമിൻ ഇ കിട്ടും. ഇത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഈസ് റിലേറ്റഡ് വിത്ത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്റ്റെറിലിറ്റി ഉണ്ടാവും, റീപ്രൊഡക്ഷൻ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് കെ ആണ്. വൈറ്റമിൻ കെ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻ. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ? ഇനി അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ എന്താ പറയുന്നത്? ഫില്ലോക്വിനോൺ. വൈറ്റമിൻ
കെ എന്താ പറയുന്നത് ഫില്ലോക്കിനോൺ, വൈറ്റമിൻ ഡി എന്താ പറയുന്നത് കാൽസിഫറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടതാണ്. അപ്പൊ ക്ലോട്ടിങ് നമുക്ക് പല ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പ്രോട്ടീൻസ് ഇൻവോൾവ് ആണ്, ഒരു കാസ്കേഡ് ഉണ്ട്. അപ്പൊ അതിനകത്തുള്ളതാണ് പ്രോത്രോംബിൻ ഇൻ ലിവർ. ഓക്കെ, പ്രോത്രോംബിൻ നമ്മുടെ ലിവറിലുള്ള പ്രോത്രോംബിൻ. അപ്പൊ ഇതിന് ഇറ്റ് ഈസ് നോൺ ആസ് കൊയാഗുലേഷൻ വൈറ്റമിൻ. ആരാണ്? വൈറ്റമിൻ കെ അല്ലെ, അല്ലെങ്കിൽ ആന്റി ഹെമറജിക് വൈറ്റമിൻ. അതായത് മുറിവ് വന്നു കഴിഞ്ഞാൽ കട്ടയാവാനായിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വെരി വെരി സ്മോൾ ഇൻഡസ്റ്റൈൻ, സ്മോൾ എമൗണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ബൈ ആക്ഷൻ ഓഫ് ബാക്ടീരിയ. വളരെ കുറച്ച് എമൗണ്ട് ഒന്നുമില്ല. ഈ വൈറ്റമിൻ കെ നമ്മളുടെ സ്റ്റൊമക്കില് ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈനിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് കിഡ്നിയുടെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്മൾ തണുപ്പിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ സി ആണ് കേട്ടോ. ബിസിയിലെ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത്. ഇവിടെ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ കെ ആണ്. ഓക്കെ, അപ്പൊ ഗ്രീൻ ലീഫി വെജിറ്റബിൾ മിൽക്ക്, സെറിയൽസ്, ഫ്രൂട്ട്സ്, ക്യാബേജ് എന്നൊക്കെ നമുക്ക് വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ കിട്ടും. ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ഹെമറേജ് ആണ് അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? വൈറ്റമിൻ എ പറഞ്ഞു, വൈറ്റമിൻ ഡി പറഞ്ഞു, വൈറ്റമിൻ ഇ പറഞ്ഞു, വൈറ്റമിൻ കെ പറഞ്ഞു. അടക്കം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓൾ ദീസ് ആർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അടക്കം മാത്രമല്ല, ഉണ്ട്, ബിയും സിയും പറയണം, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ്. വൈറ്റമിൻസിൽ അങ്ങനെ പ്രത്യേകം ഒരു കാര്യം പഠിക്കണം, ചിലത് പഠിക്കേണ്ട അങ്ങനെ ഇല്ല. വൈറ്റമിൻ ഫുള്ള് പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. അവിടെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആന്റി സെറിലേറ്റീവ് വൈറ്റമിൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻവോൾവ് ഇൻ ക്ലോട്ടിങ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻവോൾവ് ഇൻ ക്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ് തരാം. സോ ഈ പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഈ 3 ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ചോദ്യങ്ങൾ ഒന്നും പറയുന്നില്ല. ഈ ക്ലാസ് വൈറ്റമിൻ ഒരു 2 ക്ലാസ് കൂടെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൈറ്റമിൻ തീരും. എന്നിട്ട് നമ്മൾ വൈറ്റമിനിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. നമ്മുടെ എക്സാമിന് മാത്രമല്ല, പല എക്സാമിനും വൈറ്റമിനിൽ നിന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വൈറ്റമിൻ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യം തറവായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. താങ്ക് യു.